നമ്മൾ പഠിക്കുന്നത് ഹിന്ദി അക്ഷരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഹിന്ദി അക്ഷരങ്ങൾ അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് കേട്ട് ഒപ്പം എഴുതി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഹിന്ദി അക്ഷരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അക്ഷരം നോക്കിയേ, ഇത് ആ. നമ്മൾ മലയാളം അക്ഷരമാല അറിയാവുന്നവർക്കാണെങ്കിലും നമ്മൾ ആ അല്ലെ, ആദ്യത്തെ അക്ഷരം ആ ആണ്. ഇപ്പൊ ഹിന്ദിയിലെ ഇത് ഏതക്ഷരമാണ്? ആ എന്ന അക്ഷരമാണ് ഇത് കേട്ടോ. ഇത് ആ, ഈ അക്ഷരം ഏതാണ്? ആ. ഇത് ആ, ഇത് ആ. ഇപ്പൊ ഈ അക്ഷരം നോക്കിയേ, ഇത് ഇ അല്ലെ. ഇത് എങ്ങനെയാണ് എഴുതുന്നത്? ഇതാ ഇങ്ങനെ കേട്ടോ, ഇതാ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. ഇത് ഈ, ഇത് ഏതാണ് അക്ഷരം? ഈ. അപ്പോ ഈ എന്ന് എഴുതിയതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഈ ചിഹ്നം കൂടെ ഇട്ട് കൊടുത്താൽ അത് ഈ എന്നായി കേട്ടോ. അപ്പൊ ഇത് ആ, ഈ, ഈ. അപ്പൊ ഈ ഒരു അക്ഷരം നോക്കിയേ, ഇത് ഏതാണ്? ഉ ആണ് ഇത് കേട്ടോ. ഇത് ഊ, ഇത് ഊ, ഇത് ഗൃ കേട്ടോ, ഇറാണ് ഇത്. അപ്പൊ ആ, ഈ, ഉ, അല്ലെ. അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. അടുത്തത് നോക്കിയേ, അടുത്തത് ഈ അക്ഷരമാണ് അല്ലെ. ഇത് ഏതാണ്? എ. ഈ അക്ഷരം എ. ഇത് ഐ. ഇവിടെ ഇത് ഐ. അതായത് മലയാളം അക്ഷരമാലയിൽ നമ്മൾ എ കഴിഞ്ഞ എ എന്ന് പഠിക്കും അല്ലെ. പക്ഷെ ഹിന്ദിയിൽ എ, അതേപോലെ തന്നെ ഓ, അതൊന്നുമില്ല കേട്ടോ. അത്തരം അക്ഷരങ്ങളൊന്നുമില്ല. ഹിന്ദി അക്ഷരമാല പഠിക്കുമ്പോൾ ഇത് ഏതാണ് അക്ഷരം? എ അല്ലെ. ഈ അക്ഷരം എ ആണ്. ഇത് ഐ കേട്ടോ. എ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു വര കൊടുത്താൽ ഏതാണ്? ഐ ആയി. ഇത് ഓ. ഈ അക്ഷരം ഏതാണ്? ഓ. ഇത് ഓ. ഈ അക്ഷരം ഔ. ഇത് ആ. അപ്പോ ഇതാണ് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ. ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഏതൊക്കെയാണ്? ആ, ഈ, ഉ, അല്ലെ. എ, ഐ, ഓ, ഔ, ആ. ഇതാണ് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ. അടുത്ത ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം. ഇത് ക. ഈ അക്ഷരം ഏതാണ്? ക. ഇത് ക. ഇത് ഖ. ഇത് ഗ. ഇത് ഖ. ഇത് ങ കേട്ടോ. അപ്പോ ഹിന്ദിയിലെ ഈ ഒരു അക്ഷരം ഏതാണ്? ക. എങ്ങനെയാണ് എഴുതുക? ഇതാ ഇങ്ങനെ കേട്ടോ. ഇതാണ് ക എന്ന് എഴുതുന്നത് കേട്ടോ. ഈ അക്ഷരം വന്നിട്ട് ഇതാ ഇങ്ങനെ ഖ. ഇത് ഖ, ങ. അപ്പോ ക, ഖ, ഗ, ഘ, ങ. കാക്ക, ഗ, ഘ, എന്നുള്ള ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഈ അക്ഷരം ഏതാണ്? ഈ അക്ഷരം ച. ഇത് ച. ഇത് ച. ഇത് ജ. ഇത് ജ, ഞ. ചാച്ച, ജഞ്ച, അല്ലെ നമ്മൾ പഠിക്കാറില്ലേ. അപ്പൊ ച, ജ, ഞ. ചാച്ച, ജഞ്ച. അടുത്തത് ട. ഠ, ഡ, ഡ, ന. ഇതാണ് ഹിന്ദിയിലെ ടാട്ട് ടണ്ടന എന്ന് പറയുന്ന ആ ഒരു വ്യഞ്ജനാക്ഷരം. അപ്പൊ ഇവിടെ നമ്മൾ കാക്ക, ഗംഗ പഠിച്ചു, ചാച്ച, ജഞ്ച പഠിച്ചു, ടാട്ട് ഡണ്ടന പഠിച്ചു അല്ലെ. ഇതൊക്കെ നിങ്ങൾ ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതി പഠിക്കാം. ഇപ്പൊ ടീച്ചർ ഈ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒറ്റൊരു വീഡിയോയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ അക്ഷരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ അതിലത്തെ ഓരോ അക്ഷരങ്ങളും എഴുതി കേട്ട് വായിച്ച് മനസ്സിലാക്കി എഴുതി അത് നല്ല തറോ ആക്കുക കേട്ടോ. നല്ല ബൈഹാർട്ട് ചെയ്യുക. അടുത്ത ഈ അക്ഷരമാണ് ത. ഇത് ധ. ദ, ന. ഇത് ത, ഇത് ന. നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട അക്ഷരങ്ങൾ ത. പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. അപ്പൊ ത. ഇതേതാണ്? ന. ഇതേതാണ്? ദ അല്ലെ. ഇനി അടുത്തത് ഇതാണ് പ. പിന്നെ ഇതേതാണ്? ഫ. ഇത് ബ, മ കേട്ടോ. ഇത് പ, ഫ, ബ, ഭ, മ. യ. ഈ അക്ഷരമാണ് യ.
ഇതേതാണ്? ര. യ, ര. ഇതേതാണ്? ല. ല, വ. യ, ര, ല, വ. ഈ അക്ഷരം ഷ. ഷ. ഇത് ഷ. ഷ, സ. ഈ അക്ഷരമാണ് ഹ. ഷ, ഷ, സ, ഹ. ഇനി കുറച്ച് കട്ടിയുള്ള അക്ഷരങ്ങൾ കേട്ടോ, അതുകൂടി ഈ അക്ഷരമാലയിൽ നമുക്ക് ചേർത്ത് പഠിക്കാം. കുറച്ച് നമ്മൾ ഖ, ഇച്ഛ എന്നൊക്കെ മലയാളത്തിൽ പഠിക്കില്ല, അതുപോലത്തെ കുറച്ച് കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ക്ഷ, ഇക്ഷ. ഇത് ത്ര. ത്ര. ത്ര എന്ന് പറയുമ്പോൾ താഴെ എഴുതാ, തായുടെ കൂടെ ഇങ്ങനെ ഒരു ഇത് എഴുതാം കേട്ടോ, ത്ര. ഇവിടെ തായുടെ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ, ഇതാണ് ത്ര കേട്ടോ. ത്ര. ത്ര, ജ്ഞ. ഇതാണ് ജ്ഞ. ജ്ഞ കേട്ടോ. ഇത് ശ്ര. ശ്ര. അപ്പൊ ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഇത് കൂടെ നിങ്ങൾ ചേർത്ത് പഠിച്ചു വയ്ക്കുക. അപ്പൊ ക്ഷ, ത്ര, ജ്ഞ, ശ്ര. ക്ഷ, ത്ര, ജ്ഞ, ശ്ര. ഇത്രയും അക്ഷരങ്ങളാണ് ഹിന്ദിയിലുള്ളത്. ഇത്രയും അക്ഷരങ്ങളാണ് ഹിന്ദിയിൽ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ.